ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു JK's Tutor. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കീ പോയിൻറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. എക്സാം ആയ സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കീ പോയിൻറ്റ്സ് മാത്രം നോക്കി എന്താണ് ആ സംഗതി എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ്, നമുക്കറിയാം അക്കാഡമിക് റൈറ്റിംഗ് മറ്റുള്ള റൈറ്റിംഗിൽ നിന്ന് ഡിഫറെൻ്റായി നിൽക്കാൻ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ്. Academic writing is different in a certain way. Academic writing follows some rules. Academic writing becomes perfect when its mechanics and conventions are followed appropriately. Formal tone and objectivity are two important qualities of academic writing. Adhering to rules of punctuations and following a specific style guides are essential ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ഒരു പോയിൻ്റാണ് പങ്ക്ച്വേഷൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് പങ്ക്ച്വേഷൻസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്? ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, എന്താണ് പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാം. കോമ, സെമിക്കോളൻ, കോളൻ എറ്റ്സെട്ര. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഈ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് തോന്നുന്ന സ്ഥലത്ത് പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യല്ല. അതിന് പകരം അതിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റിംഗ് ഒന്നുകൂടി എഫക്റ്റീവ് ആവുകയും അത് ഫോർമൽ ആവുകയും ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നോക്കാം. Punctuation. A bunch of marks or signs used to bring clarity of expressions in writing. Punctuation helps the writer clearly convey the message, brings accuracy in writing, strengthens the arguments, helps emphasize the major idea discussed in the paper or article. Wrong use of punctuation makes the idea vague and complicates meaning. അപ്പോൾ എന്താണ് പങ്ക്ച്വേഷൻ? ഇറ്റ് ഈസ് എ ബഞ്ച് ഓഫ് മാർക്സ് ഓർ സൈൻസ് ആണ് പങ്ക്ച്വേഷൻ നമ്മൾ പറയുന്നത്. ഒരു കൂട്ടം സൈൻസ് അല്ലെങ്കിൽ മാർക്സിനെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റിങ്ങിനൊരു ആക്യുറസി അല്ലെങ്കിൽ നമ്മൾ ഐഡിയ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന, ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഈ ഒരു പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുന്നത് വഴിയാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ റൈറ്റിംഗ് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പങ്ക്ച്വേഷൻ മാർക്സ് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് വേഗാവും, അതുപോലെ മീനിങ്സ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് മീനിങ്സ് കൺവേ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ കോമ നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോമ കിൽസ് എ മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം തന്നെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കിപ്പോൾ സമയമില്ല. അപ്പോൾ ഒരു കോമ മാറിയത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അതുപോലെ ആ ഒരു മെസ്സേജിനെ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ അതിൻ്റെ മീനിങ് മാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കോമ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ എന്താണ്, ചെറിയൊരു പങ്ക്ച്വേഷൻ മാർക്കാണ്. പക്ഷേ അതിന് തന്നെ നമ്മുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിനെ നേരെ ഓപ്പോസിറ്റ് ആക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യാൻ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, കോമ. കോമാസ് ആർ ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് പങ്ക്ച്വേഷൻ മാർക്സ്. ആൻഡ് ദെൻ use a comma after certain introductory words or phrases. Use commas to separate words and word groups in a series of 3 or more items. Use a comma to separate two adjectives when the adjectives are interchangeable. In sentences where two independent clauses are joined by connectors such as and, or, but, etc., put a comma at the end of the first rule. To set off a chord from the rest of the sentences. To list nouns in a sentence. To separate interrupting words and expression in a sentence. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണ കോമ യൂസ് ചെയ്യാറുള്ളത്. ഒരു ഇൻട്രൊഡക്ടറി വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ 3-4 സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അഡ്ജക്റ്റീവ്സ് ഇൻ്റർചേഞ്ചബിൾ ആണെന്നുണ്ടെങ്കിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടേക്കാണോ കോമ വെച്ച് ചെയ്യാറുള്ളത് ആ കാര്യങ്ങളാണ് ഈ പോയിൻറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കീ പോയിൻറ്റ്സ് ആണ് ഈ വായിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ എക്സാമിന് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. Then next നോക്കാം, semicolon. Use a semicolon to separate two sentences when there is no coordinating conjunction such as
and, but, or, nor, for. If the two sentences are joined by conjunctive adverbs such as however, consequently, therefore, or moreover, use a semicolon before the conjunctive adverb and a comma after it. Use a semicolon to separate two sentences joined with a coordinating conjunction when commas are contained within either of the sentences. Use a semicolon to separate items in a series if there are commas within the items. A semicolon can also be used to replace a period. അപ്പോൾ സെമിക്കോളൻ എവിടേക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. യൂസ് എ സെമിക്കോളൻ ടു സെപ്പറേറ്റ് ടു സെൻറ്റൻസസ് വെൻ ദർ ഈസ് നോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അതായത് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ സെൻറ്റൻസുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെമിക്കോളൻ ഉപയോഗിക്കാം. അതുപോലെ കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സ് ജോയിൻ ചെയ്തിട്ടുള്ള രണ്ട് സെൻറ്റൻസുകൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ യൂസ് എ സെമിക്കോളൻ ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ സീരീസ് ഇഫ് ദർ ആർ കോമാസ് വിതിൻ ദ ഐറ്റംസ്. ഒരു സീരീസിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമാസ് ഉണ്ടെങ്കിൽ നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാം. അതുപോലെ ഒരു പീരീഡിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിക്കോളൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ കറക്റ്റ് പഠിച്ചു വെച്ചാൽ എക്സാമിന് നല്ലതായിരിക്കും. ദെൻ അടുത്ത് നോക്കാം കോളൻ. സെമിക്കോളിന് ശേഷം അടുത്ത് വരുന്നതാണ് കോളൻ. To introduce a series of items in a list, to introduce explanations, to begin or introduce a quotation, to separate two independent clauses where the first introduces or explain the second. അപ്പോൾ കോൾ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ടു ഇൻട്രൊഡ്യൂസ് എ സീരീസ് ഓഫ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിലെ ഐറ്റംസിൻ്റെ സീരീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഒരു കൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിഗിനിൽ ഒക്കെ യൂസ് ചെയ്യും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോളൻ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കോളനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഡബിൾ കൊട്ടേഷൻ മാർക്ക്. എവിടെയാണ് ഡബിൾ കൊട്ടേഷൻ മാർക്ക്, എവിടെയാണ് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യേണ്ടത്? വളരെ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, പലർക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഡബിൾ കൊട്ടേഷൻ മാർക്ക്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് നോക്കാം. ടു കോട്ട് സംതിങ്, എന്തെങ്കിലും ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യും. അതുപോലെ ടു ഷോ കൊട്ടേഷൻ ഇൻസൈഡ് കൊട്ടേഷൻ, ഒരു കൊട്ടേഷനകത്ത് മറ്റൊരു കൊട്ടേഷൻ കാണിക്കുമ്പോൾ നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യും. ടു സെറ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് എസ്സേ, ജേർണൽസ് ആൻഡ് മാഗസിൻസ്, ആർട്ടിക്കിൾസ്, പോയംസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. എന്താണ് എസ്സേസ്, ജേർണൽസ്, അതിൻ്റെയൊക്കെ ഒരു ടൈറ്റിൽ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. ദെൻ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് എവിടെയാണ് യൂസ് ചെയ്യുക? ടു എംഫസൈസ് എ വേർഡ് ഓർ എ ടേം, ഒരു ടേമിനെ അല്ലെങ്കിൽ ഒരു വേർഡിനെ എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യും. ടു ഷോ എ കൊട്ടേഷൻ ഇൻസൈഡ് എ കൊട്ടേഷൻ, ഒരു കൊട്ടേഷൻ മറ്റൊരു കൊട്ടേഷൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഈ ഒരു കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡബിൾ കൊട്ടേഷനും സിംഗിൾ കൊട്ടേഷനും. നെക്സ്റ്റ് വൺ നോക്കാം, അപ്പോസ്ട്രോഫി. ടു ഷോ കോൺട്രാക്ഷൻസ് ആൻഡ് പൊസഷൻസ്. ടു യൂസ് ആൻ apostrophe to show omission. Contractions are not common in academic writing. അപ്പോൾ എന്താണ്, അക്കാഡമിക് റൈറ്റിൽ പൊതുവേ കോൺട്രാക്ഷൻസ് ഒന്നും സാധാരണ കോമൺ ആയിട്ട് കാണുന്നില്ല. നമ്മൾ പൊസിഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോസ്ട്രോഫി യൂസ് ചെയ്യും. പൊസിഷൻസ് നമുക്കറിയാം, ഒരാളുടെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യും. ദെൻ പാരന്തസിസ് ആൻഡ് ബ്രാക്കറ്റ്. പാരന്തസിസ് and bracket. To enclose information that clarifies the meaning of the preceding or following sentences, to expand abbreviations and to insert dates. In academic writing, parentheses are used to give in-text citation. Brackets are used to insert a clarification, a translation, parenthesis within parenthesis, a change in capitalization. എന്താണ് നമ്മൾ എപ്പോഴും ബ്രാക്കറ്റോ പാരന്തസിസോ ഒക്കെ യൂസ് ചെയ്യുക? ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യും. അതുപോലെ ടെക്സ്റ്റ് സൈറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഇൻഫർമേഷൻസ് ഇതിൽ എൻക്ലോസ് ചെയ്യാറുണ്ട്. ഒരു അബ്രിവേഷനൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തരത്തിലുള്ള പാരന്തസിസും ബ്രാക്കറ്റ്സും യൂസ് ചെയ്യും. ബ്രാക്കറ്റ്സ് ആർ യൂസ്ഡ് ടു ഇൻസേർട്ട് ക്ലാരിഫിക്കേഷൻ, ട്രാൻസ്ലേഷനും ക്ലാരിഫിക്കേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പാരന്തസിസ് വിതിൻ പാരന്തസിസ് ഒക്കെ ബ്രാക്കറ്റിലൂടെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രാക്കറ്റും പാരന്തസിസും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാഷ്. ഇറ്റ് ഈസ് ഓൾസോ known as M dash. It is also known as M dash. It is slightly different from N dash and
ദ ഹൈഫൺ. ഡാഷ് ഈസ് 3 times ലോങ്ങർ ദാൻ എ ഹൈഫൺ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരു ഡാഷും ഹൈഫണും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഡാഷ് ഈസ് 3 times ലോങ്ങർ ദാൻ എ ഹൈഫൺ. ഒരു ഹൈഫണേക്കാളും 3 times ലോങ്ങർ ആണ് ഒരു ഡാഷ് എന്ന് പറഞ്ഞാൽ. എ കോമ, കോളൻ ആൻഡ് എ പരാന്തസിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ ഡാഷ്. ഇതിനൊക്കെ ഈ ഒരു കോമ, കോളൻ, പരാന്തസിസിനൊക്കെ നമുക്ക് ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ ബ്രേക്ക് ഇൻ എ സെൻറ്റൻസ് ആൻഡ് ഓൾസോ ടു ഗിവ് സം അഡീഷണൽ ഇൻഫർമേഷൻ. ഒരു സെൻറ്റൻസിലെ ബ്രേക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു സെൻറ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എ ഡാഷ് ഈസ് ഓൾസോ യൂസ് ടു ഇൻഡിക്കേറ്റ് ഇൻക്ലൂസീവ് പേജ് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്. ഒരു ഇൻക്ലൂസീവ് പേജ് നമ്പേഴ്സും ഡേറ്റ്സും ഒക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഡാഷ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഡാഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡാഷും അതുപോലെ ഹൈഫൺ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വയ്ക്കുക. എം ഡാഷ് എന്ന് പറയുന്നുണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദ നെക്സ്റ്റ് വൺ ഹൈഫൺ. Put the hyphen between two parts of a compound word. Insert a hyphen before a suffix or after a prefix. ഒരു സഫിക്സിന് മുന്നേ ആഫ്റ്റർ എ പ്രിഫിക്സിനും നമുക്കിത് ചേർക്കാൻ പറ്റും. കോമ്പൗണ്ട് നമ്പേഴ്സ് ലെസ് ദാൻ 100 ആർ സ്പ്ലിറ്റ് വിത്തിൻ എ ഹൈഫൺ. ഒരു കോമ്പൗണ്ട് നമ്പേഴ്സിൻ്റെ ലെസ് ദാൻ 100 ആർ സ്പ്ലിറ്റ് വിത്തിൻ എ ഹൈഫൺ എന്നാണ് പറയുന്നത്. അതിനെ ഹൈഫൺ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ പീരീഡ്. അടുത്ത ടോപ്പിക്കാണ് പീരീഡ്. യൂസ് എ പീരീഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. യൂസ് എ പീരീഡ് ആഫ്റ്റർ ആൻ അബ്രിവേഷൻ. അബ്രിവേഷന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. സെൻറ്റൻസസ് എൻഡിങ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്സ് ഓർ എക്സ്ക്ലമേഷൻ മാർക്ക് ഡു നോട്ട് റിക്വയർഡ് പീരീഡ്. ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിലോ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കിനോ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നമ്മളൊരു പീരീഡ് യൂസ് ചെയ്യാറില്ല. ഇൻ സെൻറ്റൻസസ് എൻഡിങ് വിത്ത് പാരാന്തസിസ് ദ പീരീഡ് ഈസ് റീപ്ലേസ്ഡ് ഔട്ട്സൈഡ് parenthesis. If parenthesis contain a full sentence, the period is placed inside the parenthesis. ഒരു സെൻറ്റൻസിൽ നമ്മൾ പാരാന്തസിസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരാന്തസിസിൻ്റെ പുറത്ത് നമ്മൾ പീരീഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതല്ല, ആ ഒരു പാരാന്തസിസിനകത്ത് ഒരു ഫുൾ സെൻറ്റൻസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫുൾ സ്റ്റോപ്പ് പീരീഡ് ആഡ് ചെയ്യാറുണ്ട്. നമ്മളൊരു പാരാന്തസിസിനകത്ത് അതല്ല, ഇനി പാരാന്തസിസിന് പുറത്ത് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പീരീഡ് ആഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ക്യാപിറ്റലൈസേഷൻ. Capitalize the title of a book. Capitalize the initial letter of the word in the title of an article or essay, chapters of a book, and titles of journals. Prepositions and coordinating conjunctions are not capitalized unless they are the first word in the title. Capitalize the first word after a period or a full stop. Capitalize proper nouns and adjective derived from proper nouns. Capitalize days of the week and month of the year, brand names, historical events, name of institutions, nicknames, races, nationalities and region. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളാണ്. എവിടേക്കാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്? ഒരു ബുക്കിൻ്റെ പേര് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യണം. അതുപോലെ ഒരു മന്ത്, ഇയർ, അതുപോലെ ബ്രാൻഡ് നെയിം, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, അത്തരത്തിലുള്ള നിക്ക് നെയിംസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. Prepositions and coordinating conjunctions are not capitalized unless they are the first word in a title. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചാലും ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നാണ് എവിടേക്കാണ് ക്യാപിറ്റലൈസേഷൻ ആവശ്യമുള്ളതെന്ന്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അക്കാഡമിക് സ്റ്റൈൽ. The term referred to the style adopted in writing essays, project papers, journal article and dissertation. Academic writing is more formal and different from informal writing like newspaper articles and magazine essays. Academic writing need to follow some stylistic rules and regulation. Stylistic consistency decides the quality of academic work. MLA style and APA are two documentation style guides commonly followed in academic writing. Different disciplines are use different documentation style. Parenthetical or in-text citation and works cited or bibliography or reference are the two kind of documentation employed in writing academic work. നമ്മൾ മുന്നേ പഠിച്ചിരുന്നതാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു സ്റ്റൈലുണ്ട്. ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എഴുതുന്ന പോലെയൊന്നും അല്ല നമ്മളൊരു അക്കാഡമിക് റൈറ്റിംഗ് എഴുതുന്നത്. ഈ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഒരു അക്കാഡമിക് റൈറ്റിംഗ് എങ്ങനെയായിരിക്കണം അതിൻ്റെ റൂൾസും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വരെ പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസ് നമ്മൾ പഠിച്ചു. MLA style and APR, two documentation styles guides commonly followed in academic writing. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതുപോലെ
ഒരു അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുമ്പോൾ, ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ഡ്രാഫ്റ്റിൽ നമ്മളെപ്പോഴും ബിബ്ലിയോഗ്രഫി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് മറ്റുള്ള റൈറ്റിംഗിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഇത്തരത്തിലുള്ള റൂൾസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വായിച്ചതെല്ലാം ഇതിൻ്റെ ഒരു കീ പോയിൻറ്റ്സ് ആണ്. ദെൻ MLA സ്റ്റൈൽ, അതുപോലെ APA സ്റ്റൈൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് അതിൻ്റെ കീ പോയിൻറ്റ്സ് ഒന്ന് വായിക്കാം. MLA ഈസ് എ സ്റ്റൈൽ ഗൈഡ് ഫോർ അക്കാഡമിക് റൈറ്റിംഗ്. MLA is developed by Modern Language Association. The MLA style guide widely used by writers and researchers in academic writing. MLA gives guidelines on heading and title, abstract, introduction, formatting text, margins, space, font, putting page number, tables and illustrations, punctuation, in-text or parenthetical citation, works cited, list or bibliography, footnotes and endnotes, plagiarism. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റാണ് MLA സ്റ്റൈലിൽ പറയുന്നത്. ദെൻ APA സ്റ്റൈൽ. ദി സ്റ്റൈൽ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് റൈറ്റിംഗ്, അക്കാഡമിക് റൈറ്റിംഗ് വിച്ച് ഇൻക്ലൂഡ് എംപിറിക്കൽ സ്റ്റഡീസ്, ലിറ്ററേച്ചർ റിവ്യൂസ്, കേസ് സ്റ്റഡീസ് ആൻഡ് തിയോറിറ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസ് ഓൾസോ യൂസ് APA style. The different sections of an APA style paper are title page, abstract, introduction, result, discussion, reference, appendices. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പോയിൻറ്റ്സ് ആണ് APA സ്റ്റൈലിലും MLA സ്റ്റൈലിലും പറയുന്നത്. ഇത് രണ്ടും ഒരു ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസ് ആണ്. അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസ് ആണ്. ഈ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു അക്കാഡമിക് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാറ്. ബോത്ത് ഇൻ MLA ആൻഡ് APA there are specific guidelines on putting spacing, margin, page number and page headers. In text citation, MLA uses author page citation and APA uses author date citation. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. In text citation, MLA uses author page citation and APA uses author date citation എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ വരുന്നൊരു കീ പോയിൻ്റ് ആണ്. ദെൻ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ പലരും ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, വാട്ട് ഈസ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി? അതിൻ്റെ കീ പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞു പോകാം. ഇറ്റ് ഈസ് എ മോറൽ ആൻഡ് എത്തിക്കൽ കോഡ് ഇൻ അക്കാഡമിക് കമ്മ്യൂണിറ്റി. വാല്യൂസ് റിലേറ്റഡ് ടു അക്കാഡമിc integrity activity promote ethics of writing. The notion of academic integrity examines different forms of academic dishonesty. Plagiarism poses a threat to maintaining academic integrity. An academic writer can keep academic integrity by citing his or her sources properly and also by avoiding plagiarism. Plagiarism is a literary theft. It occurs when a writer copies another person's text or idea and call the work his or her own without giving credit to the source of the copied text. അപ്പോൾ എന്താണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി? അല്ലെങ്കിൽ ദെൻ അടുത്തൊരു ടോപ്പിക് ഇതിൽ പറയുന്നത് എന്താണ് പ്ലേജറിസം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു കാര്യത്തിനാണെങ്കിലും, ഏതൊരു പ്രൊഫഷനിലാണെന്നുണ്ടെങ്കിലും, എന്തൊരു കാര്യത്തിനും അതിന് അതിൻ്റേതായുള്ള ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും നമ്മൾ പറയുന്ന കാര്യമാണ്. അതായത് ഇതിന് ചില കാര്യങ്ങൾ ഓണർ കോഡൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. നമുക്ക് ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരു പ്രൊഫഷനിൽ എത്തുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില വാല്യൂസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ അക്കാഡമിക് റൈറ്റിങ്ങിനും അതിൻ്റേതായിട്ടുള്ള ചില വാല്യൂസും ക്വാളിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ റൂൾസും കാര്യങ്ങളും പാലിച്ചുകൊണ്ട്, ചില മോറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക. അതാണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിക്ക് ത്രെട്ടായിട്ടൊരു കാര്യമുണ്ട്, അതാണ് പ്ലേജറിസം. അതായത് നമ്മളൊരു അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പല കാര്യങ്ങളും പല സോഴ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്രോജക്റ്റിൽ സൈറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ബിബ്ലിയോഗ്രഫിയിലൊക്കെ ആഡ് ചെയ്യണം, ഇന്ന സോഴ്സിൽ നിന്നാണ് ഞാനിത് കളക്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല. അല്ലാത്ത ചില പ്ലേജറിസത്തിൻ്റെ കേസിൽ പ്ലേജറിസം ഈസ് എ ലിറ്റററി തെഫ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരാളുടെ വസ്തു, അതായത് മറ്റൊരാളുടെ വർക്ക് അല്ല മറ്റൊരാളുടെ ഐഡിയ കണ്ടൻറ്റ് നമ്മൾ മോഷ്ടിച്ചെടുത്ത് നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തെ നമുക്ക് പ്ലേജറിസത്തിലൂടെ പറയാൻ സാധിക്കും. അതായത് മറ്റൊരാളുടെ കാര്യം കോപ്പി ചെയ്ത് അത് അവരുടേതാണെന്ന് മെൻഷൻ ചെയ്യാതെ നമ്മൾ കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ നമ്മുടേതാണ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ പ്ലേജറിസത്തിൽ വരും. അപ്പോൾ ഒരിക്കലും ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ പ്ലേജറിസത്തെ നമ്മളത് എപ്പോഴും അവോയ്ഡ് ചെയ്യണം. പ്ലേജറിസം എപ്പോഴും അവോയ്ഡ് ചെയ്യണം. നമ്മൾ ആരുടെയെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മുടെ പ്രോജക്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തീസിസിലോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എവിടുന്ന് എടുത്തു,
അല്ലെങ്കിൽ അത് ആരുടെയാണെന്ന് നമ്മൾ ശരിക്കും സൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ അത് യാതൊരു കുഴപ്പമില്ല. ഇതിനെ എത്തിക്സ്, ഈ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ എത്തിക്സിന് എതിരായിട്ടുള്ള കാര്യമല്ല. നേരെ മറിച്ച് നമ്മളൊരിക്കലും ഇത് ഇന്ന ആളുടെ ഇന്ന ബുക്കിൽ നിന്ന് എടുത്തതാണെന്ന് എഴുതാതെ നമ്മുടേതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേജറിസത്തിലാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഈ ഒരു അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി പ്ലേജറിസം എന്നതിലൂടെ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് പോയിന്റ്, പ്രൂഫ് റീഡിങ്. ദ പ്രോസസ് ഓഫ് റീഡിങ് യുവർ ഡ്രാഫ്റ്റ് റിപ്പീറ്റഡ്ലി ഫോർ മിസ്റ്റേക്സ് after you finish writing. In this process of editing and rewriting, certain words can be added or omitted if necessary. In proofreading, grammar, vocabulary, spelling, sentence structure and format of the text are all thoroughly examined. പ്രൂഫ് റീഡിങ് നമ്മൾ മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മിസ്റ്റേക്സിനെ നമ്മൾ തിരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റഡ്ലി നമ്മളത് വായിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങൾ എടുക്കുക. അതായത് ഇനിയിപ്പം എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഒമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരങ്ങൾക്ക് സ്പെല്ലിംഗ്, വൊക്കാബുലറി, ഗ്രാമർ, സെൻറ്റൻസ് സ്ട്രക്ചർ, ഫോമാറ്റ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ആ ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യത്തിനെയാണ് നമ്മൾ പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നല്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. ഇനി ടെക്സ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടും. ഇത് പരമാവധി ബ്രീഫായ രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിലുള്ള പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.